ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. അതെ, നമുക്ക് ഈ സ്റ്റോറിയുടെ കഥ തേടി പോവാം. ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? സീനിയർ, അതെ, തേർഡ് ഇയർ പഠിക്കുന്നു ചെക്കന് വന്നു. ചെക്കൻ്റെ പേരാണ് അർജുൻ. അർജുനക്ക് പ്രിയാനെ കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. അർജുൻ പ്രിയാനെ പുറകെ നടക്കാൻ തുടങ്ങി. അർജുൻ ടോർച്ച് ചെയ്യാൻ തുടങ്ങി പ്രിയാനെ. ഞാൻ ലവ് ചെയ്യാം. അങ്ങനെ പ്രിയ പറയാം, എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ പ്രിയ പറയുന്നു, ഇവനൊന്നും സഹിക്കൂല, എനിക്ക് ഓൾറെഡി പറയുന്നൊന്നും കേട്ടില്ല. ടോർച്ചർ ചെയ്യാൻ, ലവ് ടോർച്ചറായിരുന്നു. ഒരു ദിവസം പ്രിയനെ കിഡ്നാപ്പ് ചെയ്ത് മിരട്ടാൻ തുടങ്ങി. അങ്ങനെ അവിടെ വെച്ച് മാരേജ് കഴിക്കാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അത് പ്രിയക്ക് കേട്ടു. എന്ത്, മാരേജ് കഴിക്കാൻ പോകുന്നതാ? അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. അങ്ങനെ റോഡ് സൈഡിൽ തല്ലുണ്ടാക്കിയ ജിമ്മിൻ്റെ കാറ് വന്നു. രണ്ടുപേരും ഓടിപ്പോയ പ്രിയ അവിടുന്ന് തപ്പിച്ച് ഓടി പോകുമ്പോൾ കാറ് വന്ന്. അത് വെഡിങ് ഡ്രസ്സ് ഇട്ടായിരുന്നു. അങ്ങനെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കാറിൽ ഇറങ്ങുമ്പോഴാണ് ഓടിപ്പോയത്. അവിടുന്ന് അവൻ പിടിക്കാൻ വേണ്ടി ഫോളോ ചെയ്ത് വന്നായിരുന്നു. ജിമ്മിൻ്റെ കാറിൽ ഇടിക്കാൻ ജസ്റ്റ് മിസ്സായി. അങ്ങനെ ജിമ്മിന് ഇറങ്ങി വന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സാർ പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ജിമ്മിന് കാറിൽ നിന്ന് ഇറങ്ങി. എന്ത് പറ്റിയെന്ന് ചോദിച്ച് ജിമ്മിൻ പറഞ്ഞു. ജിമ്മിന് മാസ്ക് കുറച്ച് ഇട്ടായിരുന്നു. ജിമ്മിൻ കാറിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ടുപിടിക്കുമെന്ന്, സാർ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ജിമ്മിൻ തിരിഞ്ഞു നോക്കി. അങ്ങനെ ജിമ്മിനെ കണ്ടു. പിന്നെ അർജുനക്കൊന്നും അറിഞ്ഞില്ല. അർജുൻ്റെ ആൾക്കാർക്കും മനസ്സിലായി. ഇത് ഈ കാർ നോക്കി പിന്നെ, സാർ ബോസ് ഇവിടെ നിൽക്കണ്ട സാർ, ഇത് വലിയ ആളാണ്, നമ്മൾ ഇവിടെ നിന്ന് ശരിയാവില്ല പറഞ്ഞു. അങ്ങനെ ജിമ്മിനെ കണ്ടിട്ട് ആൾക്കാർ കാറിന് കണ്ടിട്ട് പേടിച്ച് അർജുൻ അവിടുന്ന് എടുത്തുകൊണ്ട് പോയി. അർജുൻ പറഞ്ഞു കേൾക്കടാ എന്ന് പറഞ്ഞവർ കേട്ടില്ല. അർജുൻ എടുത്തുകൊണ്ട് പോയി. നിങ്ങളിവിടെ ഇരുന്ന ബോസ് എന്നെ പറയൂ എന്ന് പറഞ്ഞു അർജുൻ അവിടെ വലിച്ചുകൊണ്ട് പോയി. അർജുനക്ക് ടെൻഷനായിരുന്നു. പ്രിയ പറയാൻ തുടങ്ങി, എടി എനിക്ക് കോളേജിൽ വീട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. ഈ അർജുനോ ടോർച്ചർ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അർജുന് ഭയങ്കര ടോർച്ചർ ചെയ്യാം. അങ്ങനെ വീട്ടിലേക്ക് ഞാൻ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ജിമ്മിനും അതേ ട്രെയിനിലായിരുന്നു. അവിടുന്ന് ട്രെയിനിൽ കുറച്ച് മാറിയായിരുന്നു. അങ്ങനെ കുറച്ച് ട്രെയിനിൽ മാറി അവിടുന്ന് എയർപോർട്ടിലേക്ക് പോയി. രണ്ടുപേരും എയർപോർട്ടിൽ പോയി. അതെ, കുറച്ച് ട്രെയിനിൽ പോകാൻ നിൽച്ചു. ജിമ്മിനിക്കും അതെ ട്രെയിനിൽ പോകാൻ കുറച്ച് അകലം ഉണ്ടായിരുന്നു. ട്രെയിനിൽ പോയി. അങ്ങനെ അവിടെ പോയി റോസ് ഉണ്ടായിരുന്നു. റോസിനെ വിളിച്ചുകൊണ്ട് വന്നു. ജിമ്മിന് പോയിട്ട് ജങ്കുക്കിനെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ രണ്ടുപേരും വിമാനത്തിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ആയിട്ട് പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഇന്ത്യക്ക് എത്തി. അതെ, ജിമ്മിനും ഇന്ത്യക്ക് വന്നായിരുന്നു. ജിമ്മിനിക്കും അവിടെ ഇന്ത്യയിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. ജിമ്മിനിക്ക് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഇന്ത്യയിൽ. അങ്ങനെ ജിമ്മിനെ വണ്ടിയിൽ ഇറങ്ങി വന്നു. അവിടെ ജിമ്മിനിക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി പറയാൻ തുടങ്ങി, സാർ ഇന്ത്യയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി. അങ്ങനെ സെക്യൂരിറ്റി പറയാൻ തുടങ്ങി, സാർ ഞാനും ജോലി ചെയ്യാം. അങ്ങനെ ജിമ്മിനും ഇങ്ങനെയുള്ള വണ്ടിയിൽ ഇറങ്ങിയിരുന്നു. ഇങ്ങനെ വേറൊന്ന് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തുടങ്ങി. ഹോട്ടലിൽ പ്രിയ വീട്ടിൽ വന്ന അമ്മ എന്ത് പറ്റി അമ്മ? ഒന്നുമില്ല പ്രിയ, ഒന്ന് കാര്യം പറയാനുണ്ടായിരുന്നു. അർജുൻ്റെ അമ്മയും അച്ഛനും വന്നിട്ട് അർജുനെ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അച്ഛന് പറഞ്ഞു, അച്ഛന് എൻ്റെ മോക്ക് ഇഷ്ടപ്പെട്ട മതിയാവും. അർജുൻ വേറെ ആരുമല്ലായിരുന്നു. പ്രിയ എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. അതുകൊണ്ട് പ്രിയനെ അവനിക്ക് കല്യാണം കഴിപ്പിക്കാൻ വാശി വിടാൻ തുടങ്ങി. എനിക്ക് കല്യാണം ഇഷ്ടമില്ല. അങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് ഇവന് വേണ്ട. അങ്ങനെ അർജുനക്ക് ന്യൂസ് വന്നു, ഇവൾ ഇന്ത്യക്ക് വന്നു. അങ്ങനെ രണ്ടുപേർക്കും മാരേജ് കഴിക്കാൻ പ്ലാൻ ചെയ്യാം. ഹീറോയിൻ്റെ അച്ഛനക്ക് അങ്ങനെ മാരേജ് ഡേയ്സ് വന്നു. ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. ഇങ്ങനെ മാരേജ് പ്ലാനായി. രാവിലെ മാരേജ് ആണായിരുന്നു. പ്രിയ പറയാൻ തുടങ്ങി, അച്ഛാ എനിക്ക് മാരേജ് ഇഷ്ടമല്ല. എനിക്കറിയും മോളെ, നിനക്ക് ഇഷ്ടമുള്ളത് എന്നാണ്. നിനക്ക് എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഈ മാരേജ് നടക്കാല, നീ ഇവിടുന്ന് ഓടിപ്പോ. അച്ഛാ നിങ്ങൾ എന്തിനാ പറയാ? പറഞ്ഞേക്ക്, നീ ഇവിടുന്ന് ഓടിപ്പോ. അതുമാത്രമല്ല ഈ കല്യാണം നടക്കൂല. അതുമാത്രമല്ല അച്ഛന് കുറച്ച് പണം കൊടുത്ത് അയച്ചു ഇടുന്ന് ഓടിപ്പോയി. മതിൽ ചാടിയും ഹെൽപ്പ് ചെയ്തു അച്ഛനും. അങ്ങനെ ഗുഡു ഓടിപ്പോയി. റോട്ടിൽ ഓടിപ്പോയി ഒരു കാർ വന്നു സ്റ്റോപ്പ്. ഇങ്ങനെ ജിമ്മിനെ ഇറങ്ങി വന്നു. ജിമ്മിനെ ലുക്ക് കണ്ട് ഷോക്കായിപ്പോയി. അത് ട്രഡീഷണൽ ഡ്രസ്സായിരുന്നു. ഒരു സാരിയല്ല, ഒരു ചൂതിരിട്ടായിരുന്നു. ഗോൾഡ് കളർ ഒരു സാരി മതിയെന്ന് പറഞ്ഞ ഒരു സാരി ഇട്ടായിരുന്നു. അങ്ങനെ സാരി കളറായിട്ട് ഇങ്ങനെ ഇട്ട് ജിമ്മിന് ഫ്ലോക്കായി പോയി. എന്താടാ നടക്കുന്നിടാന്ന് ജിമ്മിനക്ക് ലുക്കിൽ കണ്ടുപിടിച്ച് പോയി. ഇതാ കുട്ടിയാണല്ലോ. ജിമ്മിന് ഇറങ്ങി വന്നു. എന്താ ഇവിടെ ചെയ്യുന്നത്? കൊറിയയിലെ ഇതേ സംഭവം ഇന്ത്യയിലെ നീ ഇങ്ങനെ ചെയ്യുന്നത്? അത് ഇംഗ്ലീഷിൽ ചോദിച്ചു. അതിനെ കൊണ്ട് സോറി സാർ, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യൂ സാർ, പ്ലീസ് സാർ എന്ന് വെച്ചു. ജിമ്മിന് കാറിൽ കയറിക്കൊന്നു. എന്താ പ്രശ്നം നടന്നു? ജിമ്മിന് ഒരിടത്ത് കാറിനിപ്പിച്ചു. എന്താ പ്രശ്നം ചോദിച്ചു. സാർ നടന്ന കാര്യം പറയാൻ തുടങ്ങി. ഇത് കേട്ട് ജിമ്മിനിക്ക് ഷോക്ക്. എന്ത് സംഭവം? ഇതാണോ പ്രശ്നം? അതെ സാർ, എനിക്കൊന്നും അറിയില്ല സാർ. അങ്ങനെ ആയിക്കൊണ്ട് ജിമ്മിന് പറഞ്ഞു, സാർ കുറച്ച് ഇവിടെ നിൽപ്പിക്കോ ഈ ബീച്ച് സൈഡിൽ. ശരി, ഓക്കെ. അങ്ങനെ ജിമ്മിനവിടെ ബീച്ച് സൈഡിൽ ഇരുന്നു. അങ്ങനെ ജിമ്മിനോട് ഇറങ്ങി കാറിലവിടെ ഇരുന്നു ഫോൺ വിളിച്ചു. റോസ് പറയാൻ തുടങ്ങി, എടി നീ എവിടെയാണ് ഉള്ളത്?
ഇല്ലടി ഇങ്ങനെ ജിമ്മിനിക്കും കുറച്ച് കേൾക്കാൻ തുടങ്ങി, ഇവരെന്ത് സംസാരിക്കുന്നത്. അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി, പ്ലീസ് ടീ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്, ഞാനിവിടെ ബീച്ചിനവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ആ പെണ്ണ് ഗുഡു ഓടി വന്നു. അതെ, റോസും കൂടെ വന്നായിരുന്നു. റോസ് എന്ത് പ്രശ്നമായിരുന്നു റോസ് പറഞ്ഞു, റോസും കൂടെ വന്നായിരുന്നു. അതുകൊണ്ട് റോസ് ഓൾറെഡി വന്നായിരുന്നു, അവൾ അച്ഛന് കൊയ്യായിരുന്നു. അങ്ങനെ റോസ് ഇന്ത്യയിൽ ഇങ്ങനെ രണ്ടുപേരും ഒക്കത്ത് വന്നായിരുന്നു. അച്ഛനെ നോക്കിയിട്ട് വന്നു റോസ് പറയാൻ തുടങ്ങി, ഫ്രണ്ട് എടി എൻ്റെ അച്ഛനക്ക് ഒരു പ്രശ്നമില്ല, നിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ പറയാൻ തുടങ്ങി, എനിക്ക് അവനക്ക് മാരേജാണ് രാവിലെ, ഇപ്പം എന്ത് ചെയ്യണ്ട, എനിക്കിപ്പോൾ മാരേജ് കഴിക്കണോ, എന്തടി ഈ പാതിരാത്രി 12 മണിക്ക് മാരേജ്, ആരെ കൂടെ അടി വല്ല നിൽക്കും, പ്ലീസ് ഡി എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഫേക്കായോ മതിയടി, അത് കണ്ടുപിടിക്കല്ലടി, ഇപ്പം എന്താ ചെയ്യുക, ഒന്നും വയ്യില്ലല്ലേ. അങ്ങനെ ഒരു സാഡായിട്ട് പറയാൻ തുടങ്ങി. ജിമ്മിനിക്ക് കോൺട്രാക്ട് മാരേജ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടു. ജിമ്മിന് കുറച്ച് ഡൗട്ട് വന്നു, എന്താ മാരേജ് പറയുന്നത് കേൾക്കുന്നത്, കോൺട്രാക്ട് പറയുന്നത്. ജിമ്മിന് വന്ന് റോസിനെ വിളിച്ചു, കുട്ടി നിൻ്റെ പേരെന്താണ്, ഹായ് സാർ എൻ്റെ പേര് റോസാണ്. ജിമ്മിൻ ചോദിച്ചു എന്ത് പ്രശ്നമാണ്, ജിമ്മിനോട് നടന്നും കാര്യം പറഞ്ഞു. ഓ ഇതാണ് പ്രശ്നം, പ്രിയ നമ്മളുടെ മാരേജ് കഴിക്കാമെന്ന് ചോദിച്ചു. ഇത് കേട്ടവർക്ക് രണ്ടുപേർക്ക് ഷോക്ക്. സാർ നിങ്ങൾ എങ്ങനെ സാർ, ഇല്ല മാരേജ് കഴിക്കണോ, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടോ, എനിക്ക് വീട്ടിലുള്ള മാരേജ് ടോർച്ചറാണ്, അതുകൊണ്ട് നമ്മളുടെ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞു ജിമ്മിൻ. ഓക്കെ സാർ ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു, ഓക്കെ സാർ എന്താ കോൺട്രാക്ട് പറയാൻ തുടങ്ങി. അങ്ങനെയായിട്ട് കുറേ പോയിട്ട് ഫസ്റ്റ് ഇവിടെ മാരേജ് കഴിക്കാമെന്ന് ജിമ്മിന് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആൾ തേടി വന്നു, അങ്ങനെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തു. എൻ്റെ ബേബിനെ നീ നോക്കണം, നീ നല്ല കാര്യം ഓരോന്നും കാര്യം പറഞ്ഞു. ആ കോൺട്രാക്ട് ഓക്കെ പറഞ്ഞു, മാരേജ് അങ്ങനെ ആയിട്ട്. പിന്നെ രാവിലെ അവിടെ മാരേജ് ആകുമ്പോൾ ഇവിടെ ജിമ്മിൻ രണ്ടുപേരും രാവിലെ ഇവിടെ അമ്പലത്തിൽ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച് മാലയിലും നാലിലും വന്നു. അങ്ങനെ ഇവിടെ കുറച്ച് ടൈം പോയി. രാവിലെ വന്ന് നോക്കുമ്പോൾ കല്യാണ ചെക്കൻ്റെ മണ്ഡപത്തിലിരുന്ന അർജുൻ കൊന്നറിഞ്ഞല്ലോ. സന്തോഷത്തിൽ ഞാൻ പ്രിയാനെ കല്യാണം കഴിക്കുമെന്ന് മണ്ഡപത്തിലിരുന്നായിരുന്നു. പ്രിയാൻ്റെ അച്ഛനും ഉണ്ടാതിരുന്നു, എന്തുവാ കണ്ടെക്കാതിരുന്നു. അച്ഛന് സമാധാനം, ഓടിപ്പോയപ്പാ സമാധാനമായി എൻ്റെ അച്ഛനിക്ക്. അങ്ങനെ പെണ്ണിനെ കൊണ്ടുവരാൻ പോയി. പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ പെണ്ണിനെ കാണുന്നില്ല. പെണ്ണിവിടെ പോയി, അങ്ങനെ ഇടിയതോടെ തുടങ്ങി. ബാത്റൂം എല്ലാം ഇടത്ത് ഇടി, പെണ്ണ് കാണുന്നില്ല. ഇങ്ങനെ ടെൻഷനായി, പ്രിയ എന്ന് വിളിക്കാൻ